എന്തായാലും അളിയന് സർക്കാർ എന്താണെന്നും സർക്കാരിനെ നിയന്ത്രിക്കുന്നവരാരൊക്കെയാണെന്നും അവരുടെ വില എന്താണെന്നൊക്കെ ഇതോടുകൂടി പഠിച്ചോളൂ. അല്ല അതിന് എന്ത് ഈ ഗാലറി ചാലഞ്ച് എന്ന് പറഞ്ഞെന്താ? ഗാലറി കുന്തം എടി, ഗാലറി അല്ലടി സാലറി, മാസ ശമ്പളം. അല്ലെങ്കിൽ ഏറ്റവും അതിനെന്തിനാ അവന്റെ ജോലി കളയണ? എന്തിനാ ജോലി പോവോ? ജോലി പോകുന്നാ മിക്കവാറും അവന്റെ കാര്യത്തിൽ തീരുമാനമാവും. അതെ, എവിടെയെങ്കിലുമൊക്കെ ഒരു പൊതു സ്ഥലത്തൊക്കെ പോയിന്ന് നാക്കിന് എല്ലില്ലാതെ പലതും വിളിച്ചു പറയുമ്പോൾ ആലോചിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ക്ലീറ്റോ എന്തൊക്കെ പറയുന്ന പ്രസംഗത്തില്? എടി ഞാനൊക്കെ പ്രസംഗിക്കണേ അതിനൊക്കെ കറക്റ്റ് അളന്ന് മുറിച്ച് എവിടെ എന്ത് പറയണം എന്നുള്ള ചിട്ടയോട് കൂടിയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. കാരണം നാളത്തെ കുറിച്ച് ആലോചിക്കണം നമ്മള്. ഇതങ്ങനെയൊന്നും ഇല്ലല്ലോ. സർക്കാരിന്റെ പൈസ വാങ്ങിച്ചിട്ട് സർക്കാരിനെ കുറ്റം പറഞ്ഞ അതാണ്. ക്ലീറ്റോന് പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അപ്പൊ പിന്നെ ക്ലീറ്റോനെ ശിക്ഷിക്കാൻ പറ്റൂലല്ലോ എന്ത് പറഞ്ഞാലും. അല്ല കനകന് ജോലി ഉള്ളതുകൊണ്ടല്ലേ. ഈ ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലേ ഇവനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഞങ്ങളെ പോലുള്ള കുറെ പൊതുപ്രവർത്തകരാണ്. അപ്പൊ ഇതൊക്കെ തന്നെ വരും. പിന്നെ ജോലി പോയാൽ ശമ്പളം കിട്ടില്ല, അപ്പൊ ആകെ പ്രശ്നാവില്ലേ? പാവം ആവണമല്ലോ. അതോടുകൂടി അവൻ പഠിക്കും. വേറൊരു കാര്യമുണ്ട്, എന്തേലും പ്രശ്നമായി കഴിഞ്ഞാൽ എന്നെ വിളിക്കരുത് സഹായിക്കാൻ. ഞാൻ നിസ്സഹായനാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ എന്റെ ദൈവമേ പാവം ആ ചെറുക്കനെ കഷ്ടകാലമാണ്. ഇന്നലത്തെ വാരഫലത്തിലുണ്ടായിരുന്നു. അവൻ ഒരു അബദ്ധത്തിൽ ചെന്ന് ഇത് കനകനായിട്ട് ഒരു നല്ല കാര്യത്തിന് അവൻ എതിര് നിൽക്കൂല ക്ലീറ്റോ. ഇത് അവൻ ആരോ പറ്റിച്ച അബദ്ധത്തിൽ കൊണ്ടുവന്ന് ചാടിച്ചേക്കണം. പിന്നെ അവന്റെ വായി വന്ന വാക്കുകൾ അവനെ ഇനി പറഞ്ഞു പഠിപ്പിച്ച് പറ്റിക്കാൻ ഉള്ള കുട്ടിയല്ലേ അവൻ. അതല്ല ഇപ്പൊ വേറൊരു സംഗതി കൂടി ഉണ്ട്. അമ്മ മറ്റേ പെൻഷൻ കൊടുത്ത് 2 മാസം കൊടുക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഭയങ്കര കൈകൊട്ടുണ്ടായിരുന്നല്ലോ. അതിപ്പോ ഒരു നല്ല കാര്യത്തിന്. എന്നാലും തള്ള എത്ര ആവശ്യം കാണിക്കണ്ടായിരുന്നു. 1 മാസത്തേക്ക് കൊടുത്താൽ മതിയായിരുന്നു. 2 മാസത്തെ 1 മാസത്തെ കൊടുത്താലും ഞാൻ അതിനനുസരിച്ച് ബുദ്ധിമുട്ടും. എന്ത്? ആ കാശും കൂടി ഇട്ടിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അതൊക്കെ ശരി തന്നെ. എന്തായാലും അളിയത് മറ്റേ അവിടെ യൂണിയനിലൊക്കെ പ്രസംഗിച്ചപ്പോ വലിയ നേതാവാന്ന് വിചാരിച്ച്. ഞാനൊരു കാര്യം പറയട്ടെ, ക്ലീറ്റോനകത്ത് അമിതമായിട്ട് അങ്ങ് സന്തോഷിക്കുന്നുണ്ട്. സത്യത്തിൽ ക്ലീറ്റോ ഇപ്പൊ എവിടെയാ പോയത്? ക്ലീറ്റോ അല്ല ക്ലീറ്റോ ഓരോന്ന് ഓതി കൊടുത്തിട്ട് ഇതിപ്പോ ഇങ്ങനെ ആക്കിയത് അവന്റെ ജോലിയില്. നല്ല കണ്ടുപിടുത്തം കേട്ടോ. എനിക്ക് ഉറപ്പാണ് ഇത് ക്ലീറ്റോ തന്നെ ചെയ്തതാവാനേ വഴിയുള്ളൂ. ഞാനല്ലേ വൈദ്യുതി മന്ത്രി. വൈദ്യുതി മന്ത്രിനെ നിങ്ങക്ക് പരിചയമുണ്ടെന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് മന്ത്രിമാരെ പലരുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ കാര്യം അവന് ശരിയാക്കി കൊടുക്കും. എങ്ങനെ? അതെങ്ങനെ ഞാൻ ശരിയാക്കും? ഇത് അവന്റെ വായിരിപ്പോണ്ടാണ്, അത് എന്റെ കുഴപ്പമല്ല. എടി, ഒരു പ്രാസംഗികൻ എന്ന് പറയുമ്പോ എല്ലാം ശ്രദ്ധിക്കണം. നല്ല ഒരു പ്രാസംഗികനാണ്, നല്ലൊരു രാഷ്ട്രീയക്കാരനാവും. അത് എവനൊന്നും പറ്റൂല. 7 ജന്മം ജനിക്കണം. ഒന്നുമല്ലേ നിങ്ങളുടെ സഹായം എന്റെ ആങ്ങളേക്ക് വേണ്ട, ചെയ്തോളൂ. എന്നെ വിളിക്കരുതേ ദൈവം. ഇത് ഇല്ല, വിളിക്കാൻ അതിനെ എടുക്ക്.